അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റവയും പാലും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കണത്. ഇനി നമ്മുടെ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊക്കെ ഒന്ന് മാറി വരണം. കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ റവയുടെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. പാലിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ റവ പാൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് ആറണം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം എന്താ നമ്മുടെ റവ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്താ നമ്മുടെ റവയുടെ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ചെറിയ ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കുക. കയ്യിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ക്രാക്കുകളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ റവയെല്ലാം ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് പാലൊഴിച്ച് കൊടുത്തു. ഇപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തെന്ന് ഓർത്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമുള്ള എന്തുണ്ടാക്കിയാലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നോക്കി നമ്മുടെ പാല് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 നുള്ള് വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താൽ മതി. വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മുടെ റവയുടെ ബോൾസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം ചേർത്ത് കൊടുത്തു. പതുക്കെ ഇളക്കി കൊടുക്കുക. ബോൾസ് ഒന്നും പൊട്ടിപ്പോകരുത്. ഒരു 2 മിനിറ്റോളം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതിന് വേണമെങ്കിൽ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അതുമല്ലെങ്കിൽ തണുത്തിട്ട് സെർവ് ചെയ്യാം. തണുത്തിട്ട് സെർവ് ചെയ്യണതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ ചൂടാറിയ ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച്
തണുപ്പിക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.